നമസ്കാരം. TCV പ്രൈം ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. യുവാവിനെ വീടിനുള്ളിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. തിരൂർ പറവണ്ണ ആലിൻചുവട് സ്വദേശി പരീജിന്റെ പുരക്കൽ ദിറാസിനെയാണ് വീടിനുള്ളിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. പറവണ്ണ മുറിവഴിക്കൽ ഫ്ലോർ മിൽ കുത്തിത്തുറന്ന ധാന്യപ്പൊടിയിൽ മാലിന്യം വിതറിയതായി പരാതി. കൂട്ടു തകർത്താണ് സാമൂഹ്യ വിരുദ്ധർ അകത്ത് കയറിയത്. പ്രദേശത്ത് സ്ഥിരമായി സാമൂഹ്യ വിരുദ്ധരുടെ വിളയാട്ടമാണെന്ന് പ്രദേശവാസികൾ. തിരൂരിൽ നിരവധി വാഹന മോഷണ കേസിലെ പ്രതിയെ പോലീസ് അറസ്റ്റ് ചെയ്തു. പെരുവഴിയമ്പലം മൂപ്പൻ TVS ഷോറൂമിലെ ബൈക്ക് മോഷണ കേസിലെ അന്വേഷണത്തിലാണ് ഒഴൂർ സ്വദേശി ഫൈനാട്ട് നൌഫൽ അറസ്റ്റിലായത്. തൃപ്രങ്ങോട് പഞ്ചായത്തിനെ മാലിന്യമുക്തമാക്കുക എന്ന ലക്ഷ്യത്തോടെ ശുചിത്വ സുന്ദര തൃപ്രങ്ങോട് പദ്ധതി ആരംഭിച്ചു. അജൈവ മാലിന്യ ഉറവിടത്തിൽ വെച്ച് തന്നെ ശേഖരിക്കുന്നതാണ് പദ്ധതി. 12 അംഗ ഹരിത കർമ്മസേനാംഗങ്ങൾക്കാണ് ഇതിന്റെ ചുമതല. സംസ്ഥാനത്ത് ഇന്ന് 11,586 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു. കഴിഞ്ഞ 24 മണിക്കൂറിനിടെ 1,09,382 സാമ്പിളുകളാണ് പരിശോധിച്ചത്. ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് 10.59 ആണ്. ജില്ലയിൽ തിങ്കളാഴ്ച 2,244 പേർ രോഗമുക്തരായി. 1,779 പേർക്ക് വൈറസ് ബാധ സ്ഥിരീകരിച്ചു. വാർത്തകൾ വിശദമായി. യുവാവിനെ വീടിനുള്ളിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. തിരൂർ പറവണ്ണ ആലിൻചുവട് സ്വദേശി പരീജിന്റെ പുരക്കൽ ദിറാസിനെയാണ് വീടിനുള്ളിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. പറവണ്ണ ആലിൻചുവട് സ്വദേശി ദിറാസിനെയാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത്. വീട്ടിൽ തനിച്ച് താമസിക്കുകയായിരുന്നു ഇയാൾ. തൊട്ടടുത്ത് തന്നെയുള്ള സഹോദരന്റെ വീട്ടിലാണ് മാതാവ് താമസിച്ചിരുന്നത്. സാധാരണ നേരത്തെ എണീക്കാറുള്ള ഇയാൾ 9 മണി കഴിഞ്ഞിട്ടും എണീക്കാത്തതിനെ തുടർന്ന് വീട്ടുകാർ വിളിച്ചെങ്കിലും വാതിൽ തുറന്നില്ല. തുടർന്ന് വീട്ടുകാർ സഹോദരനെ വിവരം അറിയിക്കുകയായിരുന്നു. സഹോദരൻ വാതിൽ ചവിട്ടി തുറന്നപ്പോഴാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത്. രാവിലെ വിളിച്ചിട്ട് തുറക്കണില്ല എന്ന് പറഞ്ഞപ്പം മോനെ ഞാൻ ഇവിടെ ചായ പിടിക്കാൻ വന്നു. കട സൂപ്പർ മാർക്കറ്റിലാണ് പണി. അപ്പോൾ രാവിലെ ഞാൻ വന്ന് ഡോറ് അവന് ഇവിടെ അടിച്ചത് ഡോറ് ഞാൻ തള്ളി തുറന്ന് നോക്കിയപ്പോൾ ഇത് കെടുക്കണ കാണുന്നു. ബ്ലഡൊക്കെ വന്നു. ഇപ്പോൾ പ്രശ്നങ്ങളൊന്നുമില്ല. അങ്ങനെ അന്നന്ന് മാക്സിറ്റ് പോവും. പിന്നെ പ്രശ്നങ്ങളൊന്നും പറഞ്ഞില്ല. രാവിലെ സാധാരണ 6 മണിയൊക്കെ ആകുമ്പോൾ എണീക്കുന്ന ആളാണ്. അപ്പോൾ ഇന്ന് 11 മണിയായപ്പോൾ 10 മണിയായപ്പോൾ എണീക്കാതെ കണ്ടപ്പോഴാണ് ഇവന് ഇവിടെ കച്ചവടം പീടികയിലാണ്. അപ്പോൾ അവിടുന്ന് അവനെ വിളിക്കാൻ പെരക്കാർ പോയപ്പോൾ അവന് വന്ന് വാതിൽ തുറന്നു നോക്കിയപ്പോൾ വാതിൽ കിട്ടാതായപ്പോൾ അവൻ ചവിട്ടി പൊളിച്ച് ഓർക്കനെ തന്നെ. അങ്ങനെ അവന് അങ്ങോട്ട് റൂട്ടുമ്പോൾ വന്നപ്പോൾ എന്നെ കണ്ടപ്പോൾ അവനിങ്ങനെ വന്ന് കിടക്കണതാണ് കണ്ടത്. ഞങ്ങൾ വന്ന് നോക്കിയപ്പോൾ അപ്പോൾ നേരെ എസ്ഐക്ക് വിളിച്ച് പിന്നെ നാട്ടുകാരൊക്കെ വിളിച്ച് കാര്യങ്ങൾ അറിയിച്ചു. എന്താണെന്നുള്ളത് അറിയില്ല. തിരൂർ SI ജലീലിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം സ്ഥലത്തെത്തി മേൽ നടപടികൾ സ്വീകരിച്ചു. മലപ്പുറത്തു നിന്നുള്ള വിരലടയാള വിദഗ്ധരും സ്ഥലത്തെത്തി പരിശോധന നടത്തി. മുറിയിൽ കമിഴ്ന്നു കിടക്കുന്ന രീതിയിലായിരുന്നു മൃതദേഹം ഉണ്ടായിരുന്നത്. മരണത്തിൽ ദുരൂഹതയില്ലെന്നാണ് പ്രാഥമിക വിവരം. പോസ്റ്റ്മോർട്ടം അടക്കമുള്ള നടപടികൾക്ക് ശേഷം മരണകാരണം വ്യക്തമാകൂ. പറവണ്ണ മുറിവഴിക്കലിൽ ഫ്ലോർ മില്ല് കുത്തിത്തുറന്ന ധാന്യപ്പൊടിയിൽ മാലിന്യം വിതറിയതായി പരാതി. പൂട്ട് തകർത്താണ് സാമൂഹ്യ വിരുദ്ധർ അകത്ത് കയറിയത്. പ്രദേശത്ത് സ്ഥിരമായി സാമൂഹ്യ വിരുദ്ധരുടെ വിളയാട്ടമാണെന്ന് പ്രദേശവാസികൾ പറഞ്ഞു. തിങ്കളാഴ്ച രാവിലെ കടയുടമ തെക്കുമുറി സ്വദേശി ആഷിഫ് അലി മില്ല് തുറന്ന ധാന്യപ്പൊടി പാക്ക് ചെയ്യുമ്പോഴാണ് മാലിന്യം കലർത്തിയതായി ശ്രദ്ധയിൽപ്പെട്ടത്. 500 കിലോയോളം തൂക്കം വരുന്ന പൊടിയിലും 50 കിലോയോളം 10 ചാക്കിലുമാക്കി വെച്ച പൊടിയിലുമാണ് മാലിന്യം കലർത്തിയിട്ടുള്ളത്. പൂട്ട് തകർത്താണ് സാമൂഹ്യ വിരുദ്ധർ അകത്ത് കയറിയത്. പ്രദേശത്ത് സ്ഥിരമായി സാമൂഹ്യ വിരുദ്ധരുടെ വിളയാട്ടമാണ്. പ്രദേശവാസികൾ നേരത്തെ പോലീസിൽ പരാതി നൽകിയിരുന്നു. 20,000 രൂപയുടെ നഷ്ടം കണക്കാക്കുന്നതായി കടയുടമ പറഞ്ഞു. ഞങ്ങൾ മില്ലിൻ്റെ പേര് ഓസ്കാർ ട്രേഡിംഗ് എന്നാണ്. പിന്നെ ഞങ്ങൾ ഇന്നലെ വൈകുന്നേരം 6 മണി ആ സമയത്താണ് മില്ല് ക്ലോസ് ചെയ്ത് പോയത്. ക്ലോസ് ചെയ്ത് പോയതിൻ്റെ ശേഷം ഇന്ന് രാവിലെ വന്നൊരു 8-9 ആകുമ്പോഴാണ് വന്ന് തുറന്ന് ഞങ്ങൾ പാക്ക് ചെയ്യാനിരുന്നപ്പോൾ പിന്നെ പൊടി കുട്ടി അത് എടുത്ത് പാക്ക് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ ഉള്ളിൽ നിറച്ച് കച്ചറകൾ ഞങ്ങൾ സ്ഥിരമായിട്ട് ചെയ്യുന്നതാണ്. അപ്പോൾ ഇതുവരെ ഞങ്ങൾക്ക് അതിനൊരു പ്രശ്നം വന്നിട്ടില്ല. അപ്പോൾ ഞങ്ങൾ കുറച്ച് അരിച്ച് നോക്കി. വീണ്ടും അരിച്ച് നോക്കുമ്പോൾ കൂടുതൽ കച്ചറകളും ഒരുപാട് കച്ചറകളും പിന്നെ മണ്ണ് കടിച്ചു തുടങ്ങി. അപ്പോഴാണ് നമുക്ക് മനസ്സിലായത് ഇങ്ങനെ ചെയ്തിട്ടുണ്ട് എന്നുള്ളത്. അപ്പോൾ ഒരുപാട് മണ്ണും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഒരു 500 കിലോൻ്റെ മുകളിൽ അരിപ്പൊടി ഉണ്ട്. പിന്നെ ഇങ്ങനെ 10 ചാക്കോളം പൊടിച്ച അരിപ്പൊടിൻ്റെ ഉള്ളിൽ മൊത്തം പിന്നെ സെപ്പറേറ്റ് ചാക്കിലാക്കി വെച്ചതിലും എല്ലാത്തിലും ഈ സാധനങ്ങൾ പെട്ടിട്ടുണ്ട്. ഇപ്പോൾ തിരൂര് നമ്മൾ കേസ് കൊടുത്തിട്ടുണ്ട്. പോലീസ് കേസെടുത്ത അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്.
പ്രളയവും കോവിഡ് മഹാമാരിയും തകർത്ത കലാകാരന്മാരുടെ അതിജീവനത്തിനായി കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ വീടുകളിൽ കലാപരിപാടികൾ അവതരിപ്പിച്ചുകൊണ്ട് കലാകാര സമരഭൂമി സംഘടിപ്പിച്ചു. ജില്ലയിലെ പ്രധാന പരിപാടി തിരൂരിൽ നടന്നു. സ്റ്റേജ് ആർട്ടിസ്റ്റ് ആൻഡ് വർക്കേഴ്സ് അസോസിയേഷൻ ഓഫ് കേരള പ്രളയവും കോവിഡ് മഹാമാരിയും തകർത്ത കലാകാരന്മാരുടെ അതിജീവനത്തിനായി കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ വീട്ടുമുറ്റങ്ങളിൽ കലാപരിപാടികൾ അവതരിപ്പിച്ചുകൊണ്ട് കലാകാര സമരഭൂമി സംഘടിപ്പിച്ചു. കരയറിയാതെ കടലറിയാതെ അലയുകയായിരുന്നു ഞാൻ, അലയുകയായിരുന്നു. കോവിഡ് കാലത്ത് പിന്നിട്ട 2 വർഷമായി ഉത്സവവും നേർച്ച തുടങ്ങി കലാപരിപാടികൾ നടത്തുന്ന വേദികൾ ഇല്ലാതെ ആയതോടെ മറ്റു തൊഴിൽ തേടി പോകേണ്ട അവസ്ഥയിലാണ് കലാകാരന്മാർ. പാതയമില്ലാത്ത ദാഹനീരില്ലാത്ത പാതയമില്ലാത്ത ദാഹനീരില്ലാത്ത പാദയാത്രയായിരുന്നു. ഈ സാഹചര്യത്തിലാണ് വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് വ്യത്യസ്ത പരിപാടി സംഘടിപ്പിച്ചത്. വളരെയധികം പ്രയാസം അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. നമുക്കറിയാം, ഉത്സവങ്ങളും അതുപോലെ തന്നെ നേർച്ചകളും വാർഷിക ആഘോഷങ്ങളും ഒക്കെ തന്നെ നമ്മുടെ നാട്ടിൽ കാണാതായി 2 വർഷമായി. ഇപ്പോൾ ആ നില തുടരുകയാണ്. ഈ അവസരത്തിൽ കലാകാരന്മാർ വേറെ തൊഴിൽ അന്വേഷിച്ച് പോകേണ്ട ഒരവസ്ഥയിലാണ്. അവരുടെ മക്കളുടെ പഠിത്തം, അതുപോലെ തന്നെ വീട്ടുവാടക, ബാങ്ക് ലോണുകൾ എല്ലാം വളരെയധികം പ്രയാസകരമായിട്ട് ദാരിദ്ര്യത്തിൻ്റെ പടുകുഴിയിലായിരിക്കുകയാണ് കലാകാരന്മാർ. ക്ഷേമനിധി പെൻഷൻ തുക വർദ്ധിപ്പിക്കുക, സ്കൂളുകളിലും കോളേജുകളിലും ആഴ്ചയിലൊരു ദിവസം കലാപരിശീലനങ്ങളും അവതരണവും നടത്തുക, കോവിഡ് പ്രോട്ടോകോൾ പാലിച്ചുകൊണ്ട് കലാപരിപാടികൾ നടത്തുന്നത് അനുവദിക്കുക തുടങ്ങി പ്രധാന ആവശ്യം മുന്നോട്ട് വെച്ചാണ് സമരം സംഘടിപ്പിച്ചത്. മലപ്പുറം ജില്ലയിൽ 100 കണക്കിന് കലാകാരന്മാർ പങ്കെടുത്തു. ജില്ലയിലെ പ്രധാന പരിപാടി തിരൂരിൽ സംഗീത പരിപാടി അവതരിപ്പിച്ചുകൊണ്ട് നടന്നു. സിനിമാ സംവിധായകനും രചയിതാവുമായ റെജി നായർ ഉദ്ഘാടനം ചെയ്തു. വേണുഗോപാൽ കൊൽക്കത്ത, ഫിറോസ് ബാബു, പൊന്നുണ്ണി, ലിബി തടത്തിൽ, സുന്ദർ, വിക്രമൻ എന്നിവർ സംഗീത പരിപാടിക്ക് നേതൃത്വം നൽകി. പിണറായി സർക്കാർ വനം കൊള്ള നടത്തിയവരെ സംരക്ഷിക്കുകയാണെന്ന് BJP പാലക്കാട് മേഖലാ അധ്യക്ഷൻ വി ഉണ്ണികൃഷ്ണൻ പറഞ്ഞു. സർക്കാർ സ്പോൺസേഡ് വനം കൊള്ളയായതിനാൽ സ്വതന്ത്ര ഏജൻസി അന്വേഷിക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. വനം കൊള്ളക്കെതിരെ അന്വേഷണം ആവശ്യപ്പെട്ട BJP വളവന്നൂർ പഞ്ചായത്ത് കമ്മിറ്റി വളവന്നൂർ വില്ലേജ് ഓഫീസിന് മുന്നിൽ നടത്തിയ സമരം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പിണറായി സർക്കാർ 1000 കോടി രൂപയുടെ വനം കൊള്ള നടത്തിയവരെ സംരക്ഷിക്കുകയാണെന്ന BJP പാലക്കാട് മേഖലാ അധ്യക്ഷൻ വി ഉണ്ണികൃഷ്ണൻ പറഞ്ഞു. സർക്കാർ സ്പോൺസേഡ് വനം കൊള്ളയാണ് നടന്നത്. 1ാം പിണറായി സർക്കാരിന്റെ റവന്യൂ മന്ത്രിയായിരുന്ന ചന്ദ്രശേഖരനും വനം മന്ത്രി രാജുവും അറിഞ്ഞുകൊണ്ടുള്ള കൊള്ളയാണിത്. ഇതിന് മുഖ്യമന്ത്രി മൗനാനുവാദം നൽകുകയായിരുന്നു. തെരഞ്ഞെടുപ്പിന് വേണ്ടി പണം സ്വരൂപിക്കാൻ വേണ്ടി മുഖ്യമന്ത്രി പിണറായി വിജയന്റെ അറിവോടുകൂടിയാണ് CPIയുടെ മന്ത്രിമാരായ രാജുവും ചന്ദ്രശേഖരനും ഒത്തുചേർന്നുകൊണ്ട് ആസൂത്രിതമായ ഗൂഢാലോചനയുടെ മറവിൽ ഈ ഉത്തരവുണ്ടാക്കിയത്. ഈ ഉത്തരവ് ദുർവ്യാഖ്യാനം ചെയ്തുകൊണ്ട് വയനാട്ടിലെ കുട്ടിൽ എന്ന് പറയുന്ന സ്ഥലത്ത് ആദിവാസികളുടെ ഭൂമിയിൽ നിന്ന് ആയിരക്കണക്കിന് കോടി രൂപയുടെ മരമാണ് വെട്ടിമാറ്റിയത്. ഈ ഉത്തരവ് വന്നത് അറിഞ്ഞ മുതൽ വനം മാഫിയ പാവപ്പെട്ട ആദിവാസികളെ സമീപിക്കുകയും ആ ആദിവാസികളുടെ ഭൂമിയിൽ നിൽക്കുന്ന മരങ്ങൾ ചുരുങ്ങിയ വിലയ്ക്ക് വാങ്ങുകയും വനം മാഫിയ അത് ലക്ഷങ്ങൾക്ക് വിൽക്കുകയും ചെയ്തു. രാജകീയ മരങ്ങൾ വിവാദോത്തരവിന്റെ മറവിൽ വെട്ടിമാറ്റി ഇപ്പോൾ ഉദ്യോഗസ്ഥരെ പഴിചാരി രക്ഷപ്പെടാൻ ശ്രമിക്കുകയാണ്. ഇതുവരെ അന്വേഷണം പ്രഖ്യാപിച്ചിട്ടില്ല. ഈ വിഷയത്തിൽ UDFന്റെ മൗനം അർത്ഥപൂർണ്ണമാണ്. കൊള്ളപ്പണം തെരഞ്ഞെടുപ്പിനാണ് ഉപയോഗിച്ചിട്ടുള്ളത്. സർക്കാർ സ്പോൺസേഡ് വനം കൊള്ളയായതിനാൽ സ്വതന്ത്ര ഏജൻസി അന്വേഷിക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. 1000 കോടി രൂപയുടെ വനം കൊള്ള അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ട BJP സംസ്ഥാന വ്യാപകമായി വില്ലേജ് ഓഫീസുകൾക്ക് മുന്നിൽ നടത്തുന്ന സമരത്തിന്റെ ഭാഗമായി BJP വളവന്നൂർ പഞ്ചായത്ത് കമ്മിറ്റി വളവന്നൂർ വില്ലേജ് ഓഫീസിന് മുന്നിൽ നടത്തിയ സമരം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പഞ്ചായത്ത് പ്രസിഡന്റ് KP മോഹൻദാസ് അധ്യക്ഷനായി. പഞ്ചായത്ത് ജനറൽ സെക്രട്ടറി അനീഷ് കുറ്റിയിൽ, K സുരേന്ദ്രൻ, VK ഗിരീഷ്, മഹേഷ് കളരിക്കൽ, PK രാകേഷ്, PP ബാബു എന്നിവർ നേതൃത്വം നൽകി.
ഓൺലൈൻ പഠന സഹായത്തിന്റെ ഭാഗമായി തൃക്കണ്ടിയൂർ GLP സ്കൂൾ ഡിജിറ്റൽ ലൈബ്രറിയിലേക്ക് പൂർവ്വ വിദ്യാർത്ഥി സംഘടന OSA ആഭിമുഖ്യത്തിൽ 3 മൊബൈൽ ഫോണുകൾ കൈമാറി. ഓൺലൈൻ പഠന സഹായത്തിന്റെ ഭാഗമായാണ് തൃക്കണ്ടിയൂർ GLP സ്കൂൾ ഡിജിറ്റൽ ലൈബ്രറിയിലേക്ക് പൂർവ്വ വിദ്യാർത്ഥി സംഘടനയായ OSA മൊബൈൽ ഫോണുകൾ നൽകിയത്. OSA പ്രസിഡന്റ് അഡ്വക്കേറ്റ് വിക്രംകുമാറിൽ നിന്ന് മൊബൈൽ ഫോണുകൾ സ്കൂൾ ഹെഡ് മിസ്ട്രസ് N. മേദിൻ ടീച്ചർ ഏറ്റുവാങ്ങി. തൃക്കണ്ടി GLP സ്കൂളിലെ മുഴുവൻ വിദ്യാർത്ഥികൾക്കും ഓൺലൈൻ പഠന സംവിധാനം ഒരുക്കുന്നതിൻ്റെ ഭാഗമായി വിദ്യാലയത്തിലെ OSAയുടെ ആഭിമുഖ്യത്തിൽ ഇന്ന് 3 ഡിവൈസുകൾ സ്കൂളിലെ കുട്ടികൾക്ക് വേണ്ടി സംഭാവനയായി നൽകിയിട്ടുണ്ട്. നമ്മുടെ വിദ്യാലയത്തിലെ മുഴുവൻ പ്രവർത്തനങ്ങൾക്കും പഠന പാഠ്യേതര പ്രവർത്തനങ്ങൾക്ക് OSAയുടെ വളരെയധികം പിന്തുണ ലഭിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ മുഴുവൻ കുട്ടികൾക്കും അടുത്ത പുതിയ രീതിയിലുള്ള പഠന പ്രവർത്തനങ്ങൾ വരുന്ന സമയത്ത് ഈ ഉപകരണങ്ങൾ ഇനിയും ലഭ്യമാക്കാൻ കഴിയുമെന്നാണ് കരുതുന്നത്. എന്തായാലും വിദ്യാർത്ഥികൾക്ക് ഇങ്ങനെ നൽകിയിട്ടുള്ള ഈ സഹായത്തിന് വിദ്യാലയത്തിൻ്റെ പേരിലും എൻ്റെ സ്വന്തം പേരിലും ഞാൻ നന്ദി രേഖപ്പെടുത്തുന്നു. ഇത്തരമൊരു സദൃഢമായിട്ട് സഹകരിക്കാൻ OSAയ്ക്ക് സാധിച്ചതിനുള്ള സന്തോഷം അറിയിക്കുകയാണ്. ഈ കാലം അത്രയും രൂപീകൃതമായ അന്ന് മുതൽക്ക് തന്നെ സ്കൂളിൻ്റെ എല്ലാ പ്രവർത്തനങ്ങളിലും പൂർവ്വ വിദ്യാർത്ഥികളുടെ ഈ സംഘടന സഹകരിച്ചു വരുന്നുണ്ട്. മേലിലും ഇത്തരം സഹകരണം ഉണ്ടാകുമെന്ന് ഉറപ്പു നൽകുകയാണ്. OSA സെക്രട്ടറി K. ഹസൻ, PTA പ്രസിഡന്റ് മുഹമ്മദ് അഷ്റഫ്, എക്സിക്യൂട്ടീവ് അംഗം പ്രജീവ് MP എന്നിവർ പങ്കെടുത്തു. തിരൂരിൽ നിരവധി വാഹന മോഷണ കേസിലെ പ്രതിയെ പോലീസ് അറസ്റ്റ് ചെയ്തു. പെരുവഴിയമ്പലം മൂപ്പൻ TVS ഷോറൂമിലെ ബൈക്ക് മോഷണ കേസിലെ അന്വേഷണത്തിലാണ് ഉഴൂർ സ്വദേശി പൈനാട്ട് നൌഫൽ അറസ്റ്റിലായത്. അന്നേ ദിവസം പ്രതി താനൂരിലെ കടകളിലും മോഷണം ശ്രമം നടത്തിയിട്ടുണ്ട്. തിരൂർ മൂച്ചിക്കൽ മൂപ്പൻ TVS ഷോറൂമിലെ ബൈക്ക് മോഷണ കേസിലെ പ്രതി ഓഴൂർ സ്വദേശി പൈനാട്ട് നൌഫലാണ് അറസ്റ്റിലായത്. ജൂലൈ 27 പുലർച്ചെ 4 മണിയോടെയാണ് വിൽപ്പനക്കായി ഇറക്കിയ ജൂപ്പിറ്റർ മോഷണം പോയത്. CCTV ക്യാമറയിലെ ദൃശ്യങ്ങൾ പരിശോധിച്ച് അന്വേഷണം നടത്തുന്നതിനിടെയാണ് പ്രതി താനൂർ പോലീസിന്റെ പിടിയിലായത്. റിമാൻഡിലായ പ്രതിയെ തിരൂർ പോലീസ് കസ്റ്റഡിയിൽ വാങ്ങി. ഷോറൂമിലും പരിസര പ്രദേശങ്ങളിലും തെളിവെടുപ്പ് നടത്തി. വണ്ടി സ്റ്റെപ്പ് കയറുന്ന വഴിക്ക് വണ്ടി ചാഞ്ഞു അല്ലേ? ലോക്ക്ഡൌൺ ആയത് കാരണം ഷോറൂം തുറക്കാത്തതും സെക്യൂരിറ്റി ജീവനക്കാരൻ ഇല്ലാത്തതും മോഷണത്തിന് സഹായമായി. പ്രതി നിരവധി വാഹന മോഷണ കേസിലും പ്രതിയാണ്. അന്നേ ദിവസം പ്രതി താനൂരിലെ കടകളിലും മോഷണ ശ്രമം നടത്തിയിട്ടുണ്ട്. വാഹനാപകടത്തിൽ നട്ടല് തകർന്ന യുവാവിന് വീടിനായി തെരുവിൽ പാട്ടുപാടി സമാഹരിച്ചത് 9 ലക്ഷം രൂപ. എടക്കര സ്വദേശി മാളിയേക്കൽ ജിനേഷിനായാണ് പണം സമാഹരിച്ചത്. വളരെയധികം കഷ്ടപ്പെട്ടാണ് ഈ പൈസ വെച്ചത്. 35,000-40,000 രോഗികളൊക്കെ കേരളത്തിലുള്ള സമയത്ത് വീട് വിടാന്തരം കയറിയിട്ട് വളരെ കഷ്ടപ്പെട്ട് വിളിച്ചത്. പക്ഷേ ആ കഷ്ടപ്പാടുകളൊന്നും ഞങ്ങൾക്ക് പ്രയാസമല്ല. കാരണം ഞങ്ങൾക്ക് ഇപ്പോൾ 2 സംഘടന ഞങ്ങളെ പിന്നിലുണ്ട്. ഒന്ന് മലയാളം ചാരിറ്റി, വേദനിക്കുന്നവരും കൂടെ എടുക്കല. ഈ 2 സംഘടന ഞങ്ങളെ പിന്നിൽ അതിശക്തമായിട്ട് ഞങ്ങൾക്ക് സപ്പോർട്ട് ചെയ്യുന്നത്. അതിൻ്റെ ഒരു സന്തോഷം വളരെയധികം. കാരണം ഓരോ പാവപ്പെട്ട ഇതുപോലെ പ്രയാസപ്പെടുന്ന ഇപ്പോൾ യശോദാമ നമ്മുടെ ജിനീഷിൻ്റെ അമ്മയുടെ വോയിസ് ഞാൻ ഇട്ടുകൊടുത്തിട്ട് കരഞ്ഞിട്ടാണ് അതിന് പ്രകാശേട്ടനോട് പ്രതികരിച്ചത്. പൊട്ടിക്കരഞ്ഞിട്ട് ആ കുട്ടീൻ്റെ അവസ്ഥയിൽ അത് അവരെ വാക്കുകൾ നമ്മൾ കണ്ടതാണ്. അപ്പോൾ ഇതുപോലുള്ള വളരെ ദയനീയസ്ഥിതിയുള്ള രോഗികൾ ഇനിയും നമുക്ക് കരകയറ്റണമെങ്കിൽ അവർ രക്ഷപ്പെടണമെങ്കിൽ തീർച്ചയായിട്ടും ഇതുപോലുള്ള സംഘടനകളുടെ നമ്മുടെ എല്ലാവിധ സഹായ സഹകരണങ്ങളും നമുക്ക് വേണം. നിലമ്പൂർ എടക്കര സ്വദേശിയായ മാളിയേക്കൽ ജിനേഷ് 8 വർഷം മുമ്പ് നടന്ന വാഹനാപകടത്തിലാണ് എഴുന്നേൽക്കാൻ പോലും ആകാത്ത വിധം കിടപ്പിലായത്. ജിനേഷിന് സ്വന്തമായി വീടെന്ന സ്വപ്നം സഫലമാക്കുന്നതിനാണ് സന്നദ്ധ സംഘടനകളും തൃശ്ശൂരിലെ ഓർക്കസ്ട്ര സംഘവും സംയുക്തമായി തെരുവിൽ പാട്ടുപാടി പണം സമാഹരിച്ച് നൽകിയത്. ഒരു ചെറിയ കാര്യം നമ്മുടെ മലയാളം ചാരിറ്റിയുമായിട്ട് നിങ്ങളുമായിട്ട് സംവദിക്കുകയാണ്. 4 വർഷം മുൻപേ നമ്മുടെ നിലമ്പൂര് പ്രളയവുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് ഈ ഒരു കൂട്ടായ്മ തുടങ്ങുന്നത്. അതിൻ്റെ ഇപ്പം നിലവിലുള്ള എല്ലാ മുൻനിര ആളുകളും ഇപ്പോൾ നമ്മുടെ കൂടെ ഉണ്ട്. അബ്ദുൽ കുട്ടിക്ക, ഷമീർ, രവിയേട്ടൻ, സൂപ്പിക്കുട്ടിക്ക, പ്രകാശേട്ടൻ, റാഫിക്ക. വളരെ യാദൃശ്ചികമായിട്ടാണ് ദൃശ്യം ഓർക്കസ്ട്രയും നമ്മുടെ റാഫിക്കയുമായിട്ട് പരിചയപ്പെടുന്നതും ഇത്തരത്തിലുള്ളൊരു ചാരിറ്റി പ്രവർത്തനത്തിന് മുൻപന്തിയിൽ നിൽക്കുകയും
അതിനുശേഷം അദ്ദേഹത്തിന്റെ ഈ ഒരു പാട്ടുവണ്ടിയുമായി ബന്ധപ്പെട്ടിട്ട് ഒട്ടനവധി ആളുകൾക്ക് നമ്മുടെ ഈ ഒരു ജിനീഷ് ഫണ്ടിന് പുറമെ ഒട്ടനവധി ആയിരക്കണക്കിലെന്ന് പറയുന്ന ചെറിയ ചെറിയ സഹായങ്ങൾ നമ്മുടെ റാഫിക്കയുടെ നേതൃത്വത്തിലും അതുപോലെ തന്നെ മലയാളം ചാരിറ്റിയുടെ നേതൃത്വത്തിലും നമുക്ക് കൊടുക്കുകയുണ്ടായി. എന്നിരുന്നാലും ഈ ഒരു കൊറോണ കാലഘട്ടത്തിൽ ഈ ഒരു സിറ്റുവേഷനിൽ ഇത്രയും ഹ്യൂജായിട്ടുള്ള ഒരു എമൗണ്ട് നമുക്ക് ഈ ഒരു കിട്ടുക എന്നുള്ളത് അദ്ദേഹം റാഫിക്കനെ സംബന്ധിച്ചിട്ടും മലയാളം ചാരിറ്റിയും ദൃശ്യം ഓപ്പറേറ്ററെ സംബന്ധിച്ചിട്ടും വളരെ വലിയൊരു സമ്പത്ത് തന്നെയാണ്. ആ ഒരു സുഹൃത്തിനെ നമുക്ക് ഇവിടെ കൊടുക്കാൻ പറ്റുക എന്നുള്ളത്, അതിന് നിങ്ങളെപ്പോലത്തെ ഒരുപാട് ആളുകളുടെ സഹായം നമുക്ക് കിട്ടിയിട്ടുണ്ട്. പലയിടങ്ങളിലായി തെരുവിൽ ഗാനമേള നടത്തി ലഭിച്ച ചെറിയ തുകകൾ സ്വരുക്കൂട്ടിയാണ് 9 ലക്ഷം രൂപ ഇവർ സമാഹരിച്ചത്. തിരൂരിൽ നടന്ന ചടങ്ങിൽ പണം കൈമാറി. മലയാളം ചാരിറ്റി മലപ്പുറം, ഇക്ബാൽ സൗണ്ട്സ് തിരൂർ, ദൃശ്യം ഓർക്കസ്ട്ര എന്നിവ സംയുക്തമായാണ് തെരുവിൽ ഗാനമേള നടത്തി 9 ലക്ഷം രൂപ സമാഹരിച്ചത്. ചടങ്ങിൽ ഇക്ബാൽ സൗണ്ട് മാനേജിംഗ് ഡയറക്ടർ ഇക്ബാൽ സ്വാഗതവും മലയാളം ചാരിറ്റി രക്ഷാധികാരി അബ്ദുള്ളക്കുട്ടി അധ്യക്ഷനുമായി. ജയരാജൻ കൊണ്ടോട്ടി, രാജേഷ് തിരുനാവായ, സമീർ കുറ്റൂർ, രവി ഹനുമാൻകാവ്, പ്രകാശൻ, സുലൈമാൻ എടക്കര, മജീദ്, ഹസൻ, മുൻ ബ്ലോക്ക് മെമ്പർ യശോദാമ, റിയാസ്, റാഫി പെരുമണ്ണ തുടങ്ങിയവർ സംസാരിച്ചു. അപ്പോൾ ഞാൻ ജിനീഷിന്റെ ഒരു കാര്യം നിങ്ങളോട് പറയുകയാണ്. ഞാനൊരു ദിവസം എടക്കരയിൽ നിന്ന് നിൽക്കുന്ന സമയത്ത് അവിടെയുള്ള ഏതാണ്ട് സ്വന്തമായ അധ്വാനത്തിൽ നിന്ന് പാവപ്പെട്ട ആളുകളെ സഹായിക്കുന്ന എടക്കര ഗ്രാമപഞ്ചായത്തിന്റെ മെമ്പറാണ് വില്യംസ്. അദ്ദേഹം എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, എടക്കര കാക്കപ്പരതയിൽ ഒരു നട്ടെല്ല് തകർന്ന് കിടക്കുന്ന ഒരു ചെറുപ്പക്കാരൻ, അദ്ദേഹത്തിന് അവിടെ കിടക്കാൻ കഴിയുന്നില്ല, ഒരു AC വെച്ച് കൊടുക്കാൻ പറ്റുമോ വെച്ചു. അന്ന് എനിക്ക് ഗ്രൂപ്പൊന്നുമില്ല. ഞാൻ എടക്കരയിൽ എനിക്ക് ബന്ധപ്പെട്ട കാരണം 19 വർഷമായിട്ട് അനൗൺസറാണ്. എടക്കരയിലെ എല്ലാ കടകളും അനൗൺസ് ചെയ്ത വ്യക്തിയാണ് ഞാൻ. അപ്പൊ എനിക്കൊരു ധൈര്യമുണ്ട്, കടക്കാരിൽ എന്ന് പറഞ്ഞാൽ അത് കിട്ടും. 2 ദിവസം ഓടി AC വെച്ച് കൊടുത്തു. ആ AC വെക്കുന്ന ഒരു നിമിത്താണ് ഇന്ന് വരെ ജിനീഷ് നമ്മുടെ കയ്യിലാണ്. ഞാൻ ചെല്ലുന്ന സമയത്ത് ഞാൻ ഈ ആളറിയില്ലല്ലോ, ഞാനിങ്ങനെ നടന്നിങ്ങനെ നോക്കുമ്പോ ഇന്ദിരാ പ്രയാസമുള്ള ഒരാളെ കിടക്കുന്നതാണ്. പ്രത്യേകിച്ച് ഈ മൊബൈലുമായി. ഈ മൊബൈല് പറഞ്ഞാൽ അദ്ദേഹം സംസാരിക്കും, കൈ ഇളകൂല, കാലിളകൂല, ഒന്നുമില്ല. വളരെ നല്ല അടിപൊളി സംസാരം. ഇന്ന് ദൈവത്തിന്റെ വലിയ ഭാഗ്യം കൊണ്ട് അദ്ദേഹം കൈ ഉയർത്തും, അതുപോലെ പിടിച്ചിരുത്തിയാൽ എണീറ്റിരിക്കുന്ന ഒരു സംവിധാനത്തിലേക്ക് മാറിയിട്ടുണ്ട്. അത് വേദനിക്കുന്നവരുടെ കൂടെ എന്ന ഈ ഒരു ഗ്രൂപ്പിന്റെ വലിയ അനുഗ്രഹമായിട്ടുണ്ട്. ഇപ്പോ ദിനീഷ് വളരെ സന്തോഷമാണ്. കാരണം അവന്റെ ചെറിയ പെങ്ങളെ കല്യാണം എല്ലാം ഞങ്ങൾ തന്നെയാണ്. ഇപ്പൊ ഭക്ഷണം, മാസം ഭക്ഷണം, അവന്റെ മരുന്ന്, എല്ലാ കാര്യങ്ങളും ഇപ്പൊ ഏതാണ്ട് 25 കുടുംബങ്ങളെ ഏറ്റെടുത്തിട്ടുണ്ട് ഈ സംഘടന. ഭക്ഷണത്തിന് നിവൃത്തിയില്ല എന്ന് പറഞ്ഞാൽ അവരെ ഏറ്റെടുക്കും. SFI മുറിവൈക്കൽ യൂണിറ്റിന്റെ കോപ്പ അമേരിക്ക യൂറോ കപ്പ് പ്രവചന മത്സര വിജയികൾക്ക് സമ്മാനങ്ങൾ നൽകി. സമ്മാനദാനം വാർഡ് മെമ്പർ ഉസ്മാൻ തൈവളപ്പിൽ നിർവഹിച്ചു. SFI മുറിവഴിക്കൽ യൂണിറ്റിന്റെ നേതൃത്വത്തിൽ കോപ്പ അമേരിക്ക യൂറോ കപ്പ് പ്രവചന മത്സര വിജയികൾക്ക് സമ്മാനങ്ങൾ നൽകി. SFI യൂണിറ്റ് സെക്രട്ടറി അൽതാഫ് സ്വാഗതം പറഞ്ഞു. സമ്മാനദാനം വാർഡ് മെമ്പർ ഉസ്മാൻ തൈവളപ്പിൽ നിർവഹിച്ചു. സംഘടിപ്പിച്ച യൂറോ കപ്പ് കോപ്പ അമേരിക്ക പ്രവചന മത്സരത്തിലെ വിജയികൾക്കുള്ള സമ്മാനദാനമാണ് നടത്തുന്നത്. CPM ലോക്കൽ കമ്മിറ്റി അംഗം റഷീദ് PP, ബ്രാഞ്ച് മെമ്പർ രാജൻ, കമറുസമാൻ എന്നിവർ പരിപാടിയിൽ പങ്കെടുത്തു. പ്രവചന വിജയികളായ യൂറോ കപ്പ് വിജയി ആയിഷ ഷഹൽ, കോപ്പ അമേരിക്ക പ്രവചന വിജയി റാഷിദ് കുരിക്കൾ എന്നിവർക്കാണ് സമ്മാനം നൽകിയത്. ഈസ്റ്റ് അരിക്കാഞ്ചിറ നാട്ടുകൂട്ടം SSLC പരീക്ഷയിൽ മുഴുവൻ A+ നേടിയ 15ഓളം വിദ്യാർത്ഥികളെ ആദരിച്ചു. ബ്ലോക്ക് മെമ്പർ വി തങ്കമണി ഉദ്ഘാടനം ചെയ്തു. ഈസ്റ്റ് അരിക്കാഞ്ചിറ നാട്ടുകൂട്ടത്തിന്റെ നേതൃത്വത്തിലാണ് SSLC പരീക്ഷയിൽ മുഴുവൻ A+ നേടിയ 15ഓളം വിദ്യാർത്ഥികളെ ആദരിച്ചത്. അനുമോദന ചടങ്ങ് ബ്ലോക്ക് മെമ്പർ വി തങ്കമണി ഉദ്ഘാടനം ചെയ്തു. ചടങ്ങിൽ P കുഞ്ഞിമൂസ, പ്രവീഷ് P, അഡ്വക്കേറ്റ് N സുബ്രഹ്മണ്യൻ, ജയ്സൽ, നസറുദ്ദീൻ, ആഷിഫ് എന്നിവർ സംസാരിച്ചു. തൃപ്രങ്ങോട് പഞ്ചായത്തിനെ മാലിന്യമുക്തമാക്കുക എന്ന ലക്ഷ്യത്തോടെ ശുചിത്വ സുന്ദരം തൃപ്രങ്ങോട് പദ്ധതി ആരംഭിച്ചു. അജൈവ മാലിന്യം ഉറവിടത്തിൽ വച്ച് തന്നെ ശേഖരിക്കുന്നതാണ് പദ്ധതി. 12 അംഗ ഹരിതകർമ്മ സേനാംഗങ്ങൾക്കാണ് ഇതിന്റെ ചുമതല. തൃപ്രങ്ങോട് പഞ്ചായത്തിനെ മാലിന്യമുക്തമാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ശുചിത്വ സുന്ദര തൃപ്രങ്ങോട് പദ്ധതി ആരംഭിച്ചത്. അജൈവ മാലിന്യം ഉറവിടത്തിൽ വെച്ച് തന്നെ ശേഖരിക്കുന്നതാണ് പദ്ധതി. ഇത് ആലത്തൂർ ഓട്ടുംപുറത്തുള്ള മെറ്റീരിയൽ കളക്ഷൻ ഫെസിലിറ്റി സെന്ററിൽ എത്തിച്ച് തരംതിരിക്കും. തുടർന്ന് ക്ലീൻ കേരള കമ്പനിക്ക് കൈമാറും. അവരിത് പുനരുപയോഗിക്കുകയോ ടാറിൽ ചേർത്ത് ഉപയോഗിക്കുകയോ ചെയ്യും. 12 അംഗം ഹരിതകർമ്മ സേനാംഗങ്ങൾക്കാണ് ഇതിന്റെ ചുമതല.
ഇവർക്ക് ആവശ്യമായ പരിശീലനങ്ങൾ നൽകി കഴിഞ്ഞു. വീടുകളിൽ നിന്ന് മാലിന്യം ശേഖരിക്കാൻ 50 രൂപയും സ്ഥാപനങ്ങളിൽ നിന്ന് 100 രൂപയും ഫീസ് നൽകണം. തുടക്കമെന്ന നിലയിൽ പൊയിലാശ്ശേരി, കൈനിക്കര എന്നിവിടങ്ങളിൽ നിന്നാണ് മാലിന്യ ശേഖരണം തുടങ്ങുന്നത്. പഞ്ചായത്ത് പ്രസിഡന്റ് വി ശാലിനി പദ്ധതി ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ പഞ്ചായത്ത് മാലിന്യമുക്ത പഞ്ചായത്താക്കി ആക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് നമ്മളിന്ന് ഈ പരിപാടി ഇവിടെ ആരംഭിക്കുന്നത്. നമ്മൾ ഇതിനു മുന്നേ കഴിഞ്ഞ വർഷം നമ്മൾ ആരംഭിച്ചിട്ടുണ്ടായിരുന്നു. നമുക്കത് കോവിഡ് വന്നതിന് ശേഷം നല്ല രീതിയിൽ നടപ്പിലാക്കാൻ കഴിഞ്ഞിട്ടില്ല. പിന്നെ ഇവിടെ പൈസ പറഞ്ഞതുപോലെ വീടുകളിൽ നിന്ന് വൃത്തിയാക്കിയ പ്ലാസ്റ്റിക് കവറുകൾ ശേഖരിച്ച് അത് സംഭരിക്കുന്നതിന് വേണ്ടി നമ്മുടെ ഒട്ടുംപുറത്ത് MCF സ്ഥാപനമുണ്ട്. അവിടെ നിന്നും ക്ലീൻ കേരള കമ്പനിയാണിത് കയറ്റിക്കൊണ്ടു പോകുന്നത്. അപ്പോൾ നിങ്ങളുടെ ഈ സേവനം നമ്മുടെ ബ്ലോക്കിനകത്ത് നമ്മുടെ പഞ്ചായത്തിനാണ് ഇപ്പോൾ ഇത് പുറകോട്ട് ഉള്ളതെന്നാണ് ബ്ലോക്ക് എന്നൊക്കെ പറയുന്നത്. ഏറ്റവും നല്ല പഞ്ചായത്തായി നമുക്ക് മാറാൻ കഴിയണം. നിങ്ങളുടെ കൂടെ ഭരണസമിതിയും എപ്പോഴും ഉണ്ടാകുമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നമ്മുടെ ഈ പരിപാടി ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കുന്നു. വൈസ് പ്രസിഡന്റ് AP അബ്ദുൽ ഫുക്കാർ അധ്യക്ഷനായിരുന്നു. സ്ഥിരസമിതി അധ്യക്ഷരായ TP ലൈല, VP ഷാജഹാൻ, അംഗങ്ങളായ അലവിക്കുട്ടി, സുരേന്ദ്രൻ, ഫാത്തിമ സുഹറ, സെക്രട്ടറി K സുമേഷ് തുടങ്ങിയവർ പങ്കെടുത്തു. 10 മാസത്തെ പലവ്യഞ്ജന കിറ്റിന്റെ കമ്മീഷൻ കുടിശ്ശിക അടിയന്തരമായി അനുവദിക്കുക, വിതരണത്തിനാവശ്യമായ സാധനങ്ങൾ സമയബന്ധിതമായി അനുവദിക്കണമെന്നാവശ്യപ്പെട്ട സംസ്ഥാന റേഷൻ വ്യാപാരി സംയുക്ത സമരസമിതിയുടെ ആഭിമുഖ്യത്തിൽ തിരൂർ താലൂക്ക് സപ്ലൈ ഓഫീസിന് മുന്നിൽ പ്രതിഷേധ ധർണ സംഘടിപ്പിച്ചു. റേഷൻ വ്യാപാരികളുള്ള അവഗണന അവസാനിപ്പിക്കുക. കോവിഡ് എന്ന മഹാമാരി നാട് മുഴുവൻ പടർന്നപ്പോൾ, കേരളമാകെ സ്തംഭിച്ചപ്പോൾ എല്ലാം അടച്ചുപൂട്ടി. 10 മാസത്തെ പലവ്യഞ്ജന കിറ്റിന്റെ കമ്മീഷൻ കുടിശ്ശിക അടിയന്തരമായി അനുവദിക്കുക, വിതരണത്തിന് ആവശ്യമായ സാധനങ്ങൾ സമയബന്ധിതമായി അനുവദിക്കണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ടാണ് കേരള സംസ്ഥാന റേഷൻ വ്യാപാരി സംയുക്ത സമിതിയുടെ ആഭിമുഖ്യത്തിൽ തിരൂർ താലൂക്ക് സപ്ലൈ ഓഫീസിന് മുന്നിൽ പ്രതിഷേധ ധർണ സംഘടിപ്പിച്ചത്. സംയുക്ത സമരസമിതി ചെയർമാൻ K ഉണ്ണി ധർണ ഉദ്ഘാടനം ചെയ്തു. വീണ്ടും ഭരണം കിട്ടാനായി തുടരെ നൽകിയ കിറ്റിന്, കൃത്യതയോടെ നൽകിയ കിറ്റിന് കൂലിക്കായി ചെന്നപ്പോൾ സേവനമാക്കാൻ പറയുന്നു. ഇതെന്ത് ന്യായം സർക്കാരെ? മറുപടി പറയൂ സർക്കാരെ. ഈ കിറ്റ് തുടങ്ങിയ കാലഘട്ടം മുതൽ തന്നെ അതിലെ അഴിമതിയെക്കുറിച്ചും വലിയ ചർച്ചയായിട്ടുള്ളതാണ്. ഓരോ സാധനങ്ങൾക്കും ഇരട്ടിയും അതിലധികവും ഗവൺമെൻറ് നൽകി മതിയായ സാധനങ്ങൾ യഥാസമയം ലഭ്യമാക്കാത്ത ഒരവസ്ഥ സംജാതമായിട്ടുള്ളതാകുന്നു. ഇപ്പോൾ എല്ലാ വിഭാഗം ആളുകൾക്കും കിറ്റിൻ്റെ പ്രതിഫലം ലഭ്യമായി. നമുക്കറിയാം, കിറ്റിൻ്റെ നിറയ്ക്കൽ പ്രക്രിയ നടത്തിയത് സ്വന്തക്കാരായ ആളുകളെ കൊണ്ട് തിരഞ്ഞെടുത്ത് അവരെ കൊണ്ട് ജോലി ചെയ്യിച്ചു എന്ന വ്യാജേന ഇഷ്ടം പോലെ പണം വാരിക്കൊടുക്കുകയാണ് ഉണ്ടായിരുന്നത്. അവർക്ക് ആർക്കും യാതൊരു ദാരിദ്ര്യവും ഉണ്ടായിട്ടില്ല. അപ്പോൾ ഈ അവസാനം വന്നത് കിറ്റിൻ്റെ നിറച്ചു കൊടുത്ത സഞ്ചിയെ പറ്റിയാണ്. ആ സഞ്ചി കാണുന്ന കേരളത്തിലെ ഏതൊരാൾക്കും ബോധ്യപ്പെടും 15 രൂപയുടെ മുതലൊന്നും അതില്ല. കാരണം തൊട്ടടുത്ത സൂപ്പർ മാർക്കറ്റിൽ പോയി ഒരു സഞ്ചി നമ്മൾ വാങ്ങിക്കുകയാണെങ്കിൽ ആ 15 രൂപയുടെ സഞ്ചിയുടെ ഗുണനിലവാരവും നമുക്ക് സർക്കാർ നൽകുന്ന സഞ്ചിയുടെ ഗുണനിലവാരവും ഒത്തു നോക്കിയാൽ 1.5 രൂപ പോലും നൽകാനുള്ള സാധ്യത ആ കിറ്റിനില്ല, ആ സഞ്ചിക്കില്ലെന്ന് നമുക്ക് ബോധ്യപ്പെടുന്നതാണ്. കിറ്റിൽ വിതരണം ചെയ്യുന്ന സാധനങ്ങൾ ഇവിടെ മാവേലി സ്റ്റോറിലൂടെ വിതരണം നടത്തുന്നില്ല. എന്താ കാരണം? കിറ്റിൽ വിതരണം ചെയ്യുന്ന സാധനങ്ങളുടെ ഗുണനിലവാരം അത്രമേ പരിതാപകരമാണ്. അതുകൊണ്ടാണ് മാവേലി സ്റ്റോറിൽ വിതരണം ചെയ്യുന്ന സാധനങ്ങൾ എടുത്തിട്ടല്ല കിറ്റ് നിറയ്ക്കുന്നത്. കിറ്റ് നിറയ്ക്കാനായിട്ട് പ്രത്യേക സാധനങ്ങൾ വരുന്നു, അതിൻ്റെ ഗുണനിലവാരം പരിശോധനയൊന്നുമില്ല, എണ്ണം തികയ്ക്കുന്നു, കൊടുക്കുന്നു. അത് കൊടുത്ത സമയം സന്ദർഭവും എല്ലാവർക്കും സുപരിചിതമാണ്. അബൂബക്കർ കൂട്ടായി, ലത്തീഫ് പറവണ്ണ, ഖാദർ, മനോജ് പാറശ്ശേരി, ഷാജി തുടങ്ങിയവർ നേതൃത്വം നൽകി. 2020-2021 വർഷത്തെ SLC പരീക്ഷയിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ ലൈഫ് ക്ലബ്ബ് തൃക്കണ്ടിയൂർ ആദരിച്ചു. പരിപാടിയുടെ ഭാഗമായി ക്ലബിന്റെ ജേഴ്സി പ്രകാശനവും നടന്നു. 2020-2021 വർഷത്തെ SLC പരീക്ഷയിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ ലൈഫ് ക്ലബ്ബ് തൃക്കണ്ടിയൂർ ആദരിച്ചു. പരിപാടിയുടെ ഭാഗമായി ക്ലബിന്റെ ജേഴ്സി പ്രകാശനവും നടന്നു. SLC പരീക്ഷയിൽ ഉന്നത വിജയം നേടിയ 25 പരം വിദ്യാർത്ഥികളെയാണ് ആദരിച്ചത്. നഗരസഭ പൊതുമരാമത്ത് വകുപ്പ് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ KK സലാം മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു. വിവിധ മേഖലകളിൽ എഞ്ചിനീയറിംഗ് ഫീൽഡിലുള്ള താല്പര്യങ്ങളുണ്ടാവും, അതൊന്നല്ലാത്ത മറ്റു ഒരുപാട് മേഖലകൾ, ആ മേഖലകളെ കുറിച്ചൊക്കെ മനസ്സിലാക്കിയിട്ട് ഇപ്പോഴത്തെ പുതിയ ആധുനിക കോഴ്സുകൾ പലതും വരുന്നുണ്ട്.
അപ്പോൾ ആ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ട് നമുക്ക് ജോലി സാധ്യത ഉള്ളത്, നമുക്ക് അറിവ് നേടാൻ പറ്റിയത് അത്രയുള്ള കോഴ്സുകൾ മനസ്സിലാക്കിയിട്ട് മുന്നോട്ട് പോകാനുള്ള ശ്രമം നിങ്ങളുടെ ഭാഗത്ത് ഉണ്ടാവണം. അതിന് ഇന്ന് ഷമീൽ പറയുമ്പോൾ LCD ക്ലബ്ബ് പറയുമ്പോൾ 21 വർഷത്തോളമായിട്ട് അവർ പ്രവർത്തിച്ചു. തലക്കാട് മണ്ഡലം യൂത്ത് കെയറിന്റെ നേതൃത്വത്തിൽ കാട് മൂടിക്കിടന്ന BP അങ്ങാടി GLP സ്കൂളും പരിസരവും വൃത്തിയാക്കി. തലക്കാട് മണ്ഡലം യൂത്ത് കെയറിന്റെ നേതൃത്വത്തിലാണ് കാട് മൂടിക്കിടന്ന BP അങ്ങാടി GLP സ്കൂളും പരിസരവും വൃത്തിയാക്കിയത്. ഒരു വർഷത്തിലേറെയായി പൂട്ടിക്കിടന്ന സ്കൂളും പരിസരവും കാട് മൂടിയ അവസ്ഥയിലായിരുന്നു. ഈ സാഹചര്യത്തിലാണ് യൂത്ത് കെയർ വളണ്ടിയർമാർ സ്കൂളും പരിസരവും വൃത്തിയാക്കാൻ മുന്നിട്ടിറങ്ങിയത്. യൂത്ത് കെയർ തലക്കാട് മണ്ഡലം ചെയർമാൻ നൌഷാദ, കൺവീനർ CP ജബ്ബാർ എന്നിവർ നേതൃത്വം നൽകി. മലപ്പുറം ജില്ലയിൽ കോവിഡ് വാക്സിൻ സ്വീകരിച്ചവരുടെ എണ്ണം 15 ലക്ഷം കവിഞ്ഞു. 15,33,233 പേർ കോവിഡ് പ്രതിരോധ വാക്സിൻ സ്വീകരിച്ചു. മലപ്പുറം ജില്ലയിൽ 15,33,233 പേർ കോവിഡ് പ്രതിരോധ വാക്സിൻ സ്വീകരിച്ചതായി ജില്ലാ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ K. സക്കീന അറിയിച്ചു. 10,87,177 പേർക്ക് ഒന്നാം ഡോസും 4,46,086 പേർക്ക് രണ്ടാം ഡോസുമാണ് നൽകിയത്. പ്രത്യേക വിഭാഗങ്ങളിലായുള്ള മുൻഗണനാക്രമത്തിലാണ് ജില്ലയിൽ വാക്സിൻ വിതരണം പുരോഗമിക്കുന്നത്. 18 വയസ്സ് മുതൽ 44 വയസ്സ് വരെ പ്രായമുള്ള 2,64,540 പേർക്ക് ഒന്നാം ഡോസ് വാക്സിൻ നൽകി. 59,315 പേർക്ക് രണ്ടാം ഡോസ് വാക്സിനും നൽകി. 45 വയസ്സിന് മുകളിൽ പ്രായമുള്ള 7,22,232 പേർക്ക് ആദ്യഘട്ട വാക്സിനും 3,23,831 പേർക്ക് രണ്ടാം ഘട്ട വാക്സിനുമാണ് നൽകിയത്. ആരോഗ്യ പ്രവർത്തകരിൽ 44,322 പേർ കോവിഡ് പ്രതിരോധ വാക്സിന്റെ ഒന്നാം ഡോസും 30,530 പേർ രണ്ടാം ഡോസും സ്വീകരിച്ചിട്ടുണ്ട്. കോവിഡ് മുന്നണി പോരാളികളിൽ 22,526 പേർക്ക് ഒന്നാം ഡോസും 19,480 പേർക്ക് രണ്ടാം ഡോസും ലഭ്യമാക്കി. പോളിംഗ് ഉദ്യോഗസ്ഥരിൽ 12,900 പേർ രണ്ടാം വാക്സിൻ സ്വീകരിച്ചു. നേരത്തെ 33,547 പോളിംഗ് ഉദ്യോഗസ്ഥർക്ക് ആദ്യഘട്ട വാക്സിൻ നൽകിയിരുന്നു. സംസ്ഥാനത്ത് നിന്ന് 11,586 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു. കഴിഞ്ഞ 24 മണിക്കൂറിനിടെ 1,09,382 സാമ്പിളുകളാണ് പരിശോധിച്ചത്. ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് 10.59 ആണ്. സംസ്ഥാനത്ത് ഇന്ന് 11,586 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു. മലപ്പുറം 1,779, തൃശൂർ 1,498, കോഴിക്കോട് 1,264, എറണാകുളം 1,153, പാലക്കാട് 1,032, കൊല്ലം 886, കാസർഗോഡ് 762, തിരുവനന്തപുരം 727, ആലപ്പുഴ 645, കണ്ണൂർ 609, കോട്ടയം 540, പത്തനംതിട്ട 240, ഇടുക്കി 230, വയനാട് 221 എന്നിങ്ങനെയാണ് ജില്ലകളിൽ നിന്ന് രോഗബാധ സ്ഥിരീകരിച്ചത്. കഴിഞ്ഞ ദിവസങ്ങളിലുണ്ടായ 135 മരണങ്ങളാണ് കോവിഡ് മൂലമാണെന്ന് ഇന്ന് സ്ഥിരീകരിച്ചത്. ഇതോടെ ആകെ മരണം 16,170 ആയി. കഴിഞ്ഞ 24 മണിക്കൂറിനിടെ 1,90,382 സാമ്പിളുകളാണ് പരിശോധിച്ചത്. ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് 10.59 ആണ്. ഇന്ന് രോഗം സ്ഥിരീകരിച്ചതിൽ 45 പേർ സംസ്ഥാനത്തിന് പുറത്തുനിന്നും വന്നവരാണ്. 10,943 പേർക്ക് സമ്പർക്കത്തിലൂടെയാണ് രോഗം ബാധിച്ചത്. 534 പേരുടെ സമ്പർക്ക ഉറവിടം വ്യക്തമല്ല. 64 ആരോഗ്യ പ്രവർത്തകർക്കാണ് രോഗം ബാധിച്ചത്. രോഗം സ്ഥിരീകരിച്ച് ചികിത്സയിലായിരുന്ന 14,912 പേർ രോഗമുക്തി നേടി. സംസ്ഥാനത്തെ വിവിധ ജില്ലകളിലായി 4,33,215 പേരാണ് ഇപ്പോൾ നിരീക്ഷണത്തിലുള്ളത്. ജില്ലയിൽ തിങ്കളാഴ്ച 2,244 പേർ രോഗമുക്തരായതായി ജില്ലാ മെഡിക്കൽ ഓഫീസർ അറിയിച്ചു. 1,779 പേർക്ക് വൈറസ് ബാധ സ്ഥിരീകരിച്ചു. 12.99% ജില്ലയിലെ കോവിഡ് ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക്. ജില്ലയിൽ തിങ്കളാഴ്ച 2,244 പേർ രോഗമുക്തരായതായി ജില്ലാ മെഡിക്കൽ ഓഫീസർ അറിയിച്ചു. 1,779 പേർക്ക് വൈറസ് ബാധ സ്ഥിരീകരിച്ചിട്ടുണ്ട്. 12.99% ജില്ലയിലെ ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക്. വിദഗ്ധ പരിചരണത്തിന് ശേഷം കോവിഡ് വിമുക്തരായവർ ജില്ലയിൽ 3,65,031 പേരായി. രോഗികളുമായി സമ്പർക്കത്തിലേർപ്പെട്ട വൈറസ് ബാധിതരാകുന്നവർ വർദ്ധിക്കുന്ന സ്ഥിതി ജില്ലയിൽ തുടരുകയാണ്. ഇത്തരത്തിൽ 1,726 പേർക്കാണ് തിങ്കളാഴ്ച രോഗബാധയുണ്ടായത്. 40 പേർക്ക് വൈറസ് ബാധയുണ്ടായതിന്റെ ഉറവിടം കണ്ടെത്താനായിട്ടില്ല. ആരോഗ്യ മേഖലയിൽ പ്രവർത്തിക്കുന്ന 2 പേർക്കും വിദേശ രാജ്യങ്ങളിൽ നിന്ന് തിരിച്ചെത്തിയ 7 പേർക്കും ഇതര സംസ്ഥാനങ്ങളിൽ നിന്നെത്തിയ 4 പേർക്കും രോഗബാധ സ്ഥിരീകരിച്ചിട്ടുണ്ട്. 61,261 പേരാണ് ജില്ലയിൽ ഇപ്പോൾ നിരീക്ഷണത്തിൽ കഴിയുന്നത്. തലക്കാട് ഗ്രാമപഞ്ചായത്ത് 15-ാം വാർഡ് ഉപതെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസിന്റെ ഉദ്ഘാടനം CPM ഏരിയ സെക്രട്ടറി അഡ്വക്കേറ്റ് ഹംസക്കുട്ടി നിർവഹിച്ചു. ഏരിയ കമ്മിറ്റി അംഗം മുഹമ്മദ് അലി, സ്ഥാനാർത്ഥി KM സജ്ല, പഞ്ചായത്ത് പ്രസിഡന്റ് P പുഷ്പ, വൈസ് പ്രസിഡന്റ് AK ബാബു എന്നിവർ പങ്കെടുത്തു. പറവണ്ണ അരിക്കാഞ്ചിറ സ്വദേശി പരേതനായ പുറഞ്ചേരി തറയിൽ കൃഷ്ണൻ എന്നിവരുടെ ഭാര്യ യശോദ നിര്യാതയായി. 79 വയസ്സായിരുന്നു. പ്രകാശിനി, ശശി, പ്രസീത, പ്രഭിത,
പ്രജീഷ് എന്നിവർ മക്കളാണ്. ശവസംസ്കാരം കോവിഡ് പ്രോട്ടോകോൾ പാലിച്ച് വീട്ടുവളപ്പിൽ നടന്നു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. യുവാവിനെ വീടിനുള്ളിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. തിരൂർ പറവണ്ണ ആലിൻചുവട സ്വദേശി പരീജിന്റെ പുരക്കൽ ദിറാസിനെയാണ് വീടിനുള്ളിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. പറവണ്ണ മുറിവഴിക്കൽ ഫ്ലോർ മിൽ കുത്തിത്തുറന്ന ധാന്യപ്പൊടിയിൽ മാലിന്യം വിതറിയതായി പരാതി. പൂട്ട് തകർത്താണ് സാമൂഹ്യ വിരുദ്ധർ അകത്ത് കയറിയത്. പ്രദേശത്ത് സ്ഥിരമായി സാമൂഹ്യ വിരുദ്ധരുടെ വിളയാട്ടമാണെന്ന് പ്രദേശവാസികൾ. തിരൂരിൽ നിരവധി വാഹന മോഷണ കേസിലെ പ്രതിയെ പോലീസ് അറസ്റ്റ് ചെയ്തു. പെരുവഴിയമ്പലം മൂപ്പൻ TVS ഷോറൂമിലെ ബൈക്ക് മോഷണ കേസിലെ അന്വേഷണത്തിലാണ് ഒഴൂർ സ്വദേശി ഫൈനാട്ട് നൌഫൽ അറസ്റ്റിലായത്. തൃപ്രങ്ങോട് പഞ്ചായത്തിനെ മാലിന്യമുക്തമാക്കുക എന്ന ലക്ഷ്യത്തോടെ ശുചിത്വ സുന്ദര തൃപ്രങ്ങോട് പദ്ധതി ആരംഭിച്ചു. അജൈവ മാലിന്യ ഉറവിടത്തിൽ വെച്ച് തന്നെ ശേഖരിക്കുന്നതാണ് പദ്ധതി. 12 അംഗ ഹരിത കർമ്മസേനാംഗങ്ങൾക്കാണ് ഇതിന്റെ ചുമതല. സംസ്ഥാനത്ത് ഇന്ന് 11,586 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു. കഴിഞ്ഞ 24 മണിക്കൂറിനിടെ 1,09,382 സാമ്പിളുകളാണ് പരിശോധിച്ചത്. ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് 10.59 ആണ്. ജില്ലയിൽ തിങ്കളാഴ്ച 2,244 പേർ രോഗമുക്തരായി. 1,779 പേർക്ക് വൈറസ് ബാധ സ്ഥിരീകരിച്ചു. ഇതോടുകൂടി വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.